സ്ഥിരമായി പെൺകുട്ടി ഇങ്ങനെ വന്ന് അവനെ കിസ് ചെയ്യുന്നത് സഹിക്കവയ്യാതെ യുവാവട്ടെ എന്തുകൊണ്ടാണ് അവളെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളെ തിരക്കി പോകുന്നുണ്ട്. ഈ സമയത്ത് പെൺകുട്ടിയാവട്ടെ അവളുടെ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് വിവരം എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്കുന്നു. അവനെ കിസ് ചെയ്താൽ മാത്രമേ അവൾക്ക് സംസാരശേഷി തിരികെ വരത്തുള്ളൂ എന്നായിരുന്നു അവള് ആ ഫോണിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചിരുന്നത്. ഇത് കേട്ട യുവാവിനാവട്ടെ അവൾ പറയുന്നത് വിഡ്ഢിത്തരമാണെന്ന് തന്നെ കരുതുന്നുണ്ട്. വിഡ്ഢിത്തമെന്നല്ലാതെ പെൺകുട്ടിയുടെ ഈ ചിന്താഗതിയോട് യുവാവ് എന്താ പറയുക? അല്ലെങ്കിൽ തന്നെ ജന്മനാ സംസാരശേഷി ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഒരു കിസ് കൊണ്ട് സംസാരശേഷി തിരികെ കിട്ടുമോ? അവളാവട്ടെ അവളെ സഹായിക്കണമെന്നുള്ള രീതിയിൽ അവന്റെ ഷർട്ടിൽ പിടിച്ച് ആംഗ്യം കാണിക്കുന്നുണ്ട്. അവൾ അങ്ങനെ അവന്റെ കൂടെ അപേക്ഷിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അവളുടെ അച്ഛന്റെയും അമ്മയെടുത്തും സംസാരശേഷി കിട്ടിയെന്നുള്ള വിവരം അറിയിച്ചു കഴിഞ്ഞിരുന്നു. വീണ്ടും സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന് അവരറിഞ്ഞാൽ അവർക്കത് വല്ലാത്ത വേദനയുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് അവനോട് സഹായിക്കാനായി അവളെ അപേക്ഷിക്കുന്നത്. പക്ഷേ യുവാവട്ടെ ഒരു ദയയും കൂടാതെ അവളെ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ദിവസത്തിന് ശേഷം ഒരിക്കൽ പോലും പെൺകുട്ടി അവനെ തിരക്കി അങ്ങോട്ടേക്ക് വന്നില്ല. അവളാവട്ടെ പലതരത്തിലുള്ള സമ്മാനങ്ങൾ അവനെ ഏൽപ്പിച്ചിരുന്നല്ലോ. ആ സമ്മാനമൊക്കെ അവന്റെ സുഹൃത്ത് വന്ന് അവന്റെ കൺമുന്നിലൂടെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസവും അവൻ പോകുന്നിടത്തെല്ലാം അവൾ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളെ കാണാത്തത് കൊണ്ട് യുവാവിന് എന്തെന്നില്ലാത്ത ഒരു മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അവളെ ഇനി കാണാതിരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ യുവാവട്ടെ അവളെ സഹായിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ പെൺകുട്ടിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു. അന്നേ ദിവസമാവട്ടെ പെൺകുട്ടിയും യുവാവും കണ്ടുമുട്ടുന്നുണ്ട്. രാത്രിയിൽ അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് അവൻ വാക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട് അവളെ സഹായിക്കാമെന്ന് വാക്കു തന്നതിന് പിന്നിൽ മറ്റൊരു കാരണവും കൂടിയുണ്ടെന്ന്. അവളെ സഹായിക്കുന്നതിന് പ്രത്യുപകാരമായി അവന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് പെൺകുട്ടി അവട്ടെ അമ്പരക്കുന്നുണ്ട്. അവളുടെ മുഖഭാവം കണ്ടപ്പോൾ അവള് തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യുവാവ് ഉടനടി തന്നെ അവളോട് കാര്യം പറയുന്നുണ്ട്. അയാളുടെ പേരൻസ് ആവട്ടെ ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് അവനെ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് രക്ഷ നേടാനായി ഒരു ഫേക്ക് ആയിട്ടുള്ള ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പെൺകുട്ടിയോട് തന്റെ ഗേൾ ഫ്രണ്ട് ആവാൻ അവൻ ആവശ്യപ്പെടുന്നത്. വെറും ഒരു അഭിനയം മാത്രമല്ലേ എന്ന് കരുതി പെൺകുട്ടി അതിന് സമ്മതം അറിയിക്കുന്നുണ്ട്. അങ്ങനെ യുവാവട്ടെ അവളെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് മടങ്ങുന്നു. അവളെ കണ്ടപ്പോൾ അവളുടെ പേരൻസിന് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. ആരാണ് അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് പോയേ എന്ന് അവർ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. പെൺകുട്ടിയും യുവാവും തമ്മിലുള്ള ബന്ധം അഥവാ അവളുടെ പേരൻസ് മനസ്സിലാക്കുമെന്ന് കരുതി അവൾ അവരോട് കള്ളം പറയുന്നു. അത് വെറും ഒരു ഡ്രൈവർ മാത്രമായിരുന്നു എന്ന്. പിറ്റേ ദിവസം അവളെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായി യുവാവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് സംസാരശേഷി വീണ്ടും പോയ പെൺകുട്ടിയാവട്ടെ അവളെ കിസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവൻ കിസ് ചെയ്താൽ മാത്രമല്ലേ അവൾക്ക് സംസാരശേഷി തിരികെ കിട്ടൂ. അങ്ങനെ അവൻ നാണത്തോടെ തന്നെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാഴ്ച അവളുടെ പേരൻസ് കണ്ടിരുന്നു.